ലഹരി നിയമ ഭേദഗതിക്ക് കേന്ദ്ര സർക്കാരിന് കുറ്റകരമായ ഉദാസീനതയുണ്ടെന്ന് മന്ത്രി MP രാജേഷ് പറയുന്നു. കേരളത്തിൽ നിന്നുള്ള MP-മാർ സമ്മർദ്ദം ചെലുത്തണം. സ്കൂൾ കോളേജുകളിലെ ലഹരി വിൽപ്പന തടയാൻ പ്രത്യേക പ്ലാൻ തയ്യാറാക്കുമെന്നും MP രാജേഷ് 24-നോട് പറഞ്ഞു. രണ്ട് തരത്തിലാണ് എക്സൈസ് ഈ ലഹരി എന്ന വലിയ സാമൂഹിക വിപത്തിനെ കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ആകെ പിന്തുണയോടെ ഒരു വലിയ ജനകീയ പ്രസ്ഥാനം ലഹരിക്കെതിരായി കെട്ടിപ്പടുത്തുകൊണ്ടാണ്. അതിൽ സമാനതകളില്ലാത്തൊരു മാതൃക കേരളം സൃഷ്ടിച്ചു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഈ നടക്കുന്ന ലഹരി വേട്ട അല്ലെങ്കിൽ കണ്ടെടുക്കുന്ന കേസുകളുടെ എണ്ണവും കേരളത്തിലെ കേസുകളുടെ എണ്ണവും നോക്കിയാൽ നമ്മുടെ കാര്യക്ഷമത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അത് കൂടുതൽ ശക്തിപ്പെടുത്തും. വിദ്യാലയ പരിസരങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ലഹരി വിൽപ്പന നടത്തുന്നവർക്കെതിരായിട്ടുള്ള കർശന നടപടികളുണ്ടാവും. മൂന്നാമതൊരു കാര്യം നിയമഭേദഗതിയാണ്. നിയമഭേദഗതി സംസ്ഥാനത്ത് നടപ്പാക്കാനാവില്ല. പാർലമെൻറ്റാണ് നിയമം പാസ്സാക്കിയിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് വേണം നിയമ ഭേദഗതി കൊണ്ടുവരാൻ. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഒരു പ്രതികരണം പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. മറ്റു ചില ഭേദഗതികൾ നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട് NDPS ആക്റ്റിൽ. അതൊന്നും കേന്ദ്രം കണ്ട ഭാവം നടിക്കുന്നില്ല എന്നതാണ് നമ്മൾ നേരിടുന്നൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇപ്പോൾ തന്നെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് കേരള എക്സൈസ് മൊബൈൽ യൂണിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള വാഹനങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉള്ളപ്പോഴും കഴിയുന്നത്ര എക്സൈസ് സേനയെ നവീകരിക്കാനുള്ള പിന്തുണ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എക്സൈസ് വകുപ്പും അതുപോലെ പോലീസും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പും എല്ലാം ചേർന്ന് സംയുക്തമായി ഒരൊറ്റ ശബ്ദത്തോടെ പ്രതികരിച്ചാൽ കുറേ കാലത്തിനകം തന്നെ ഈ ലഹരിമുക്ത കേരളമാക്കി നമുക്ക് മാറ്റാൻ പറ്റും. അതേപോലെ ഒരു സ്ഥലത്തൂടെ നമ്മളിതിനെയൊക്കെ എതിർക്കുമ്പോൾ മറുവഴി കൂടെ കൂടുതൽ ഷോപ്പുകളൊക്കെ തുറന്ന് മദ്യം വിറ്റഴിച്ചാൽ നമ്മളെങ്ങും എത്താൻ പോകുന്നു.